ദക്ഷിണ കേരള മഹായിടവക ആകമാനം പദ്ധതികൾ നടപ്പിലാക്കി വരികയാണല്ലോ. അതിനിടയിലാണ് ദക്ഷിണ കേരള മഹായിടവകയിലെ പല സഭകളും സന്ദർശിച്ചപ്പോൾ നിർധനരായ പല കുടുംബങ്ങളും ആ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ കുടുംബനാഥൻ അവരവരായിരുന്ന തൊഴിലിൽ അപകടങ്ങൾ സംഭവിച്ചിട്ട് ആ വീടിന് നിത്യവൃത്തി നിർവാഹമില്ലാതിരിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഉള്ളതായി ബോധ്യപ്പെട്ടു. അതിനനുസരിച്ച് മഹായിടവക ഓഫീസേഴ്സ് വൈസ് ചെയർമാൻ റവറൻ ഡോക്ടർ പ്രിൻസ്റ്റൺ ബെന്നച്ചനുമായി മഹായിടവക ട്രഷറർ റവറൻ ഡോക്ടർ ക്രിസ്റ്റൻ ജയരാജനുമായി ചർച്ചകൾ നടത്തി ദക്ഷിണ കേരള മഹായിടവകയായി തന്നെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുവാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുവാൻ ആലോചിച്ചു. ആ ആലോചനയുടെ ഫലമായിട്ട് ആദ്യമായി കഴിവൂർ ഡിസ്ട്രിക്റ്റിലെ കോട്ടുകാൽക്കോണം സഭയിലെ ഷിബു എന്ന വ്യക്തി താൻ ആയിരുന്ന തൊഴിലിൽ തൻ്റെ കൈകൾ സ്വാധീനമില്ലാതാകുകയും ഒരു കാല് സ്വാധീനമില്ലാതാവുകയും ചെയ്തതായിട്ട് ബോധ്യപ്പെട്ടു. ആ കുടുംബത്തിൽ 2 മക്കളാണുള്ളത്. മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സഭയായി തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച കഴിവൂർ ഡിസ്ട്രിക്ട് സമ്മേളനം കൂടി ഏകദേശം 2 ലക്ഷത്തിലധികം വില വരുന്ന ടൂൾസുകൾ, കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള മെഷീനറീസ് അദ്ദേഹത്തിന് എടുത്തുകൊടുത്ത് ഒരു വാടക കെട്ടിടത്തിൽ അവർ അത് വാടകയ്ക്ക് നൽകുന്ന ഈ കൺസ്ട്രക്ഷൻ ടൂൾസും ഈ സാധന സാമഗ്രികളും എല്ലാം പവർ ടൂൾസും എല്ലാം വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം ചെയ്ത് ദിനം പ്രതി 500 മുതൽ 1000 രൂപ വരെ സമ്പാദിക്കുന്ന ഒരു സാഹചര്യം ആ കുടുംബത്തിന് മഹായിടവകയായി ഒരുക്കി കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് മഹായിടവക നേതൃത്വം ആഗ്രഹിക്കുന്നത് ദക്ഷിണ കേരള മഹായിടവകയുടെ എല്ലാ കുടുംബങ്ങൾക്കും അത്താണിയാകുന്ന ഒരു നേതൃത്വം, അല്ലെങ്കിൽ അവരെ കരുതുന്ന ഒരു നേതൃത്വം, അവരെ സംരക്ഷിക്കുന്ന ഒരു നേതൃത്വം, അതാണ് ദക്ഷിണ കേരള മഹായിടവക നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അവരെ സഹായിക്കുന്ന പദ്ധതിയാണ് മന്ന സ്വയം തൊഴിൽ സുരക്ഷാ പദ്ധതി. അതിന് പദ്ധതിക്ക് പുറമെ മന്ന സ്വയം തൊഴിൽ സുരക്ഷാ പദ്ധതി എന്ന് ഇടുവാനുള്ള സാഹചര്യം തന്നെ അതുകൊണ്ട് അവരുടെ നിത്യവൃത്തി മന്ന അവർക്ക് കിട്ടണം. സ്വയം തൊഴിൽ നൽകുന്നത് മഹായിടവകയായിരിക്കണം, സഭാ നേതൃത്വമായിരിക്കണം. അത് മുഖാന്തരം അവർക്ക് ഭക്ഷണ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സാഹചര്യം. ഇത് ദക്ഷിണ കേരള മഹായിടവകയുടെ 80 ഡിസ്ട്രിക്റ്റുകളിലും ഇന്നാളുകളിൽ നടപ്പിലാക്കുവാൻ ഈ സഭാ നേതൃത്വം ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും നമ്മുടെ ഏതെങ്കിലും സഹോദരങ്ങളെ കൈത്താങ്ങുവാൻ നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലെ നിർധനരായ ഇതുപോലെ ദിനവൃത്തി കഴിയുവാൻ സാധിക്കാതിരിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കുവാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ തന്നെ സഭാ നേതൃത്വവുമായി ബന്ധപ്പെടുക. നമുക്കൊരുമിച്ച് അവരെ താങ്ങായി അവരെ കരുതുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങളും നമുക്ക് മുഖമുദ്രയാക്കി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. സദൃശ്യവാക്യങ്ങൾ 3:27 പറയുന്നത് പോലെ നന്മ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് ചെയ്യാതിരിക്കരുത്. പ്രിയ ക്രിസ്തുവിൽ പ്രിയരെ, നമുക്ക് ഒരുമിക്കാം. നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പെടുകയാണെങ്കിൽ, അവർ ദുരിതത്തിലാണെങ്കിൽ, അവർ രോഗത്തിലാണെങ്കിൽ അവരെ സംരക്ഷിക്കുക വഴി ക്രിസ്തു ദൗത്യ പൂർത്തീകരണം നമുക്ക് നടപ്പിലാക്കാം. സഹവിശ്വാസികളുടെ കൂട്ടായ്മ ആചരിക്കാം. നിങ്ങൾക്ക് പങ്കാളികളാകുവാൻ ഒരു ഡിസ്ട്രിക്റ്റിലെങ്കിലും ഒരു കുടുംബത്തെ അവരുടെ നിത്യവൃത്തി നടത്തുവാൻ വേണ്ടി അതിൽ പങ്കാളികളാകുവാൻ ആഗ്രഹമുള്ളവർ സഭാ നേതൃത്വവുമായി സഹകരിക്കുക, സഭാ നേതൃത്വത്തെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് സഭകളിലോ അല്ലെങ്കിൽ കൊച്ചു സഭകളിലോ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അതും സഭാ നേതൃത്വത്തിനെ അടിയന്തരമായിട്ട് അറിയിക്കുവാൻ ഓർമ്മിപ്പിക്കുകയാണ്.